കേരളത്തിൽ ഓരോ ദിവസം വെറൈറ്റി വെറൈറ്റി വാർത്തകളാണ്. ചില വാർത്തകൾ കേട്ടാൽ നമ്മളിങ്ങനെ ചിരിക്കലാ. ചുരുക്കി പറഞ്ഞാൽ പൊറാട്ടക്ക് ചൂട് കുറഞ്ഞതിൻ്റെ പേരിൽ തട്ടുകട ഏതായാലും അടിച്ച് തകർത്ത്. ഇത് നടന്നത് കോഴിക്കോടാണ്. കേരളത്തിൽ ചില സമയത്ത് കാണാം ഇതേമാതിരി ഓരോ വെറൈറ്റി വെറൈറ്റി വാർത്തകൾ വരുന്നത്. ഇതിന് രണ്ട് വശം സംസാരിക്കാനുണ്ടാവും ആൾക്കാർക്ക്. ഇപ്പം നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ അതിന് രണ്ട് വശങ്ങൾ സംസാരിക്കാൻ ആൾക്കാരുണ്ടാവും. ഇതിപ്പോൾ പറയുമ്പോൾ ഒരു വിഭാഗം ആൾക്കാർ പറയും ഭക്ഷണ സാധനമാണ്, അത് കൊടുക്കുമ്പോൾ ചൂടോടെ കൊടുക്കണം എന്ന് പറയും. ചില ആൾക്കാർ ചോദിക്കും ഈ ചെറിയ നിസ്സാര കാര്യത്തിനാണോ, വേണ്ടെങ്കിൽ അവിടെ വെച്ച് പോയാൽ പോരെ, എന്തിനാണ് ഒരു പ്രശ്നമുണ്ടാക്കി വേറെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത്, അങ്ങനെയും ചോദിക്കും. ഏതായാലും പൊറാട്ട തിന്നാൻ വന്ന ആൾക്ക് പൊറാട്ടനെക്കാട്ടിയും ചൂട് ആണ് എന്നത് പിന്നീടാണ് മനസ്സിലായത്. ഏതായാലും കേരളത്തിൽ ചില സമയത്ത് വെറൈറ്റി വാർത്തകൾ വരുന്നത് കാണാം. അതേമാതിരി പപ്പടം കിട്ടാത്തതിൻ്റെ പേരിൽ കല്യാണപ്പെരയിൽ തർക്കം. ഏ അതേമാതിരി പീസ് കുറഞ്ഞതിൻ്റെ പേരിൽ ഹോട്ടലുകളിൽ തർക്കം. എന്തൊക്കെ വെറൈറ്റി വെറൈറ്റി വാർത്തകളാണ് ഓരോ ദിവസവും കേരളത്തിൽ ഇങ്ങനെ കേൾക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ നിസ്സാര കാര്യങ്ങൾക്കൊക്കെ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ പോയി, ഗ്രേവി കിട്ടാത്തതിൻ്റെ പേരിൽ ഇങ്ങനെ എന്തൊക്കെ വാർത്തകൾ ഓരോ ദിവസം വെറൈറ്റികൾ കേൾക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടെ, നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി, നമുക്കത് ചൂടില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ സാധനം കുറവായിട്ടോ എന്താണോ നമുക്കൊരു മോശമായി തോന്നുന്നത്, അത് സംഗതി അന്നേരം തുറന്നു പറയാം. അതിൽ അവർ തരാനോ അല്ലെങ്കിൽ അവരത് മാറ്റം വരുത്തി നമുക്ക് മുന്നിൽ എത്തിച്ചു തരാനോ അവർക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വെച്ച് എണീച്ചു പോവുക. അല്ലാതെ തമ്മിൽ തല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവർക്കും നമുക്കും ഒരു ബുദ്ധിമുട്ടാവുന്ന കോലത്തിൽ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു കാര്യമില്ല. അല്ലേ? നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ലേ നമ്മൾ അവിടുന്ന് എണീച്ചു പോവുക. അതാണ് എൻ്റെ ഒരു നിഗമനം. ഞാൻ അതിനാണ് ഉറച്ചു നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഒരു സംഗതിയിൽ സ്ഥലത്ത് പോയി, ഹോട്ടലിൽ പോയി, ഇപ്പോൾ ഒരു ഉദാഹരണം ഈ ഒരു കേസ് തന്നെ, നമുക്ക് പോയി നമുക്കത് വേണ്ടമാതിരി നമ്മൾ വിചാരിച്ച മാതിരി അല്ല ഭക്ഷണം കിട്ടുന്നത് എങ്കിൽ നമ്മളതിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് എണീച്ച് പോവുക. അവിടെ ഇരുന്ന് കഴിക്കണം, അത് ഏതായാലും തൊട്ട് അത് ഫുള്ളാക്കുക എന്നുള്ളത് ഓടി നിയമമില്ലല്ലോ. വേണ്ടേ അത് അവിടെ വെച്ച് എണീച്ച് പോവുക. അല്ലാതെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി തമ്മിൽ കച്ചറ കൂടിയിട്ട് എന്ത് കാര്യമാണ് കിട്ടണത്? എന്ത് കാര്യമാണ് കിട്ടണത്? ഏതായാലും കേരളത്തിൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ആളുകൾക്ക് പെട്ടെന്ന് കേട്ടാലും കണ്ടാലും ചിരിക്കാൻ കോലത്തിലുള്ള ചില വാർത്തകളാണ് ദിനംപ്രതി ഇങ്ങനെ കൂടിക്കൂടി വരുന്നത്. അപ്പോൾ ഏതായാലും ഇതൊന്നും ശരിയല്ല കേട്ടാ. പപ്പടം കിട്ടാത്തതിൻ്റെ പേരിൽ തല്ല്, റൈസ് കുറഞ്ഞതിൻ്റെ പേരിൽ തല്ല്, ഇതിപ്പോൾ പൊറാട്ട ചൂട് കുറഞ്ഞതിൻ്റെ പേരിൽ തല്ലോട് തല്ല്. എന്താണത് ഇങ്ങനെ? ഏതായാലും രസകരമായ കമൻറ്റുകൾ പോരട്ടെ. ഇനിയും കേരളത്തിൽ ഇതുപോലെയുള്ള ഓരോ വാർത്തകൾ ദിവസങ്ങൾ കൂടുന്തോറും നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. അതങ്ങനെയാണ്. ഏതായാലും വ്യത്യസ്തമായ കമൻറ്റുകളായിരിക്കും. ഏതായാലും കമൻറ്റുകൾ പോരട്ടെ. ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ വ്യത്യസ്തമായിരിക്കും. കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.